ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു വാഞ്ചോ കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മളൊരു വാഞ്ചോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻസൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോഴാണോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ഒരു വാഞ്ചോ കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തതെന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കേക്ക് ബോർഡിൽ ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് വാഞ്ചോ കേക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഞ്ചോ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റ് സ്പഞ്ചും അതുപോലെ തന്നെ വാനില സ്പഞ്ചും രണ്ടും ഞാൻ തയ്യാറാക്കിയെടുത്തത് നമ്മൾ 1 kg അളവിൽ ചെയ്തിട്ട് ഹാഫ് കെ ജി ആക്കിയിട്ട് രണ്ടും ഡിഫറെൻറ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഹാഫ് കെ ജിയുടെ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ട് നമ്മൾ 1 kg ടിന്നിൽ ഒഴിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്പഞ്ച് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററിൽ തന്നെ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത് ഓരോ ലെയേഴ്സും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റാവാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റാവാനായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജും എല്ലാം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ക്രീമിൻ്റെ കാര്യം എപ്പോഴും പറയുന്നതാണ്, എങ്കിലും അറിയാത്തവർക്ക് ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ വെക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല പോലെ സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്ക്. അപ്പോൾ ഇനി നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്നല്ല, നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പൈപ്പിംഗ് ബാഗിലാക്കുന്ന മടി കാരണം. പക്ഷെ നമ്മൾ ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലായിടത്തും ഒരേ ഇതിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഷാർപ്പ് എഡ്ജും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടും കിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് റോസ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കളറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. റോസിൻ്റെ നോസിൽ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ കളർ വെച്ചിട്ട് നടുക്ക് ഫില്ലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇനി ബാക്കി ഭാഗം വൈറ്റ് കൊണ്ടും നമ്മൾ അതിന് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കളറ് നേരെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മറ്റ് 2 ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ ബഡ്സ് രൂപത്തിൽ നിറയെ നമ്മുടെ പൈപ്പിംഗ് നോസിലുകൊണ്ട് നമുക്ക് നിറയെ ഇത് ചെയ്ത് കൊടുക്കാം. വാഞ്ചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളിത് മെൽറ്റ് ചെയ്ത് നമ്മുടെ ഗനാശ തയ്യാറാക്കിയിട്ടല്ല ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഗനാശ തയ്യാറാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്കൊക്കെ കഴിയും. അതിനേക്കാളും കുറച്ച് ബെറ്ററായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഈ ഒരു കേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ.
ഇപ്പോൾ നമ്മുടെ ബഡ്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഒരു ഹാർഡ് കട്ടർ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒരു ഭാഗം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റേ ഭാഗം നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാഞ്ചോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മെലോയുടെ ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും രണ്ടും മെലോയുടെയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ഒരു ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്കിത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സൈഡ് ഭാഗം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഭാഗം ബ്ലാക്കും ഒരു ഭാഗം വൈറ്റും കൂടെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കേക്കിന് നല്ല ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഈ ഹാർട്ട് ഷേപ്പർ മെല്ലെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിവിടെ നെയിം വെക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പേസ് വിട്ടത്. ഇനി ഞാൻ ഈ വെക്കുന്ന ഈ ഒരു ഇത് നമ്മൾ ഫെറോ റോഷറൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. അത് ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ഫോണ്ടൻറ്റിൽ എഡിബിൾ പെന്ന് വെച്ചിട്ടാണ് നമ്മൾ നെയിം ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ നെയിമും കൂടെ നമ്മൾ അവിടെ ആ ഒരു സ്പേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ല വീഡിയോസുമായി ഇനിയും വരാം. ഓക്കെ, എല്ലാവർക്കും നന്ദി.